Hello dear friends, welcome back to Learning Hub. Let's learn together with Dhanya. Okay, but ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസ് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. JCI എക്സാമിനും കേരള ബാങ്ക് എക്സാമിന്റെയും സിലബസ് പ്രകാരമാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കേരള ബാങ്കിന്റെ എക്സാം ആണ് വരാനുള്ളത്. ഇത് ഒക്ടോബർ 23rd-നാണ്. അപ്പൊ നമുക്ക് അതിന്റെ സിലബസ് വെച്ച് ബാക്കി പോർഷൻസും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു മോഡ്യൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും മോഡ്യൂൾ 1 മുതൽ. ഓക്കെ, സോ ഈ ഒരു തേർഡ് മോഡ്യൂളിൽ വരുന്നത് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള ആണ്. അപ്പൊ അതിനകത്ത് വരുന്ന ഡീറ്റെയിൽ ടോപ്പിക്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, urban cooperative banks and state cooperative banks. പിന്നെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ PCRDB ആൻഡ് SCRDB. ഓക്കെ, അടുത്തത് ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. അവിടെ നമുക്ക് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് their federations including NAFED, rubber marketing societies and their federations, dairy cooperative societies and their federations, fishery cooperatives and their federations. അടുത്തത് പ്രോസസിംഗ് കോപ്പറേറ്റീവ്സ് ആണ്, അതിന്റെ നീഡ്സും ഇമ്പോർട്ടൻസും. ദെൻ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് their federations, then consumer cooperatives and their federations, industrial cooperatives and their federation, handloom and powerlooms, coir handicrafts. അതുപോലെ വർക്കേഴ്സ് കോപ്പറേറ്റീവില് സിഗ്നിഫിക്കൻസ് ഓഫ് വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ്. ഇത്രയും ടോപ്പിക്സ് ആണ് തേർഡ് മോഡ്യൂളിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ഒറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഈ മോഡ്യൂളിൽ വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത മോഡ്യൂൾ 4 കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും റിവിഷൻ പോലെ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മളുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതല്ലാണ്ട് MCQs ഉണ്ട്. നമുക്ക് PSC എക്സാം ആയതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, എന്നാലും നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഇൻഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുക. കാരണം നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് 1, primary agriculture credit societies provide short-term and medium-term credit to farmers. Statement number 2, PSCs are mainly involved in long-term credit and large-scale agricultural loans. Which of the following is correct? Okay, അപ്പോൾ തന്നിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. Primary agriculture credit societies provide short-term and medium-term credit to farmers. ഫാമേഴ്സിന് ഷോർട്ട് ടേം ലോണും മീഡിയം ടേം ലോണുമാണ് PSCs പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ PSCs മെയിൻലി ഇൻവോൾവ് ഇൻ ലോങ് ടേം ക്രെഡിറ്റ്, അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ അഗ്രികൾച്ചറൽ ലോൺസും ആണ് കൊടുക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ആൻസർ ഈസ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് പ്രൊവൈഡ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ്. ഓക്കെ, അപ്പം PSCs ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ലോങ് ടേം ക്രെഡിറ്റ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഷോർട്ട് ടേം മീഡിയം ടേം ലോൺസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇപ്പൊ തന്നെ നമുക്ക് ഓരോ പോയിന്റ് പറയുന്നതും ഓർത്ത് വെക്കാം. അപ്പം എന്താണ് ശരിയെന്നും എന്താണ് ശരി അല്ലാത്തത് എന്നുള്ളതും കൂടിയിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. Statement 1, urban cooperative banks operate only in rural areas to serve the financial needs of small farmers. Statement 2, UCBs primarily cater to the banking needs of urban and semi-urban populations. Which of the following is correct? Okay, അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് urban cooperative banks റൂറൽ ഏരിയാസിൽ മാത്രമായിരിക്കും സെർവ് ചെയ്യുന്നത്, സ്മോൾ ഫാമേഴ്സിന്റെ ഫിനാൻഷ്യൽ നീഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് urban cooperative banks എന്നാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് urbanും സെമി urbanും ആയിട്ടുള്ള ഏരിയാസിൽ ബാങ്കിങ് നീഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UCB പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലേ? urban ആൻഡ് സെമി urban പോപ്പുലേഷൻസിന് ബാങ്കിങ് നീഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UCBs ഉള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 ആണ് കറക്റ്റ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. Statement 1, PCRDB focus on long-term credit for agriculture development and rural infrastructure.
Statement 2. SCRDB focus on short-term agriculture credit distribution. Which of the following is correct? Okay. അപ്പം statement 1 പറയുന്നത് PCRDB ഫോക്കസ് ചെയ്യുന്നത് ലോങ് ടേം ലോൺസിനാണ്. അതുപോലെ തന്നെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് PCRDB എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് SCRDB ഫോക്കസ് ചെയ്യുന്നത് ഷോർട്ട് ടേം അഗ്രികൾച്ചർ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ആൻസർ ഇസ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ്. കാരണം PCRDB ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, SARDBയും സെയിം ലോങ് ടേം ലോൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 2 അത് ഷോർട്ട് ടേം എന്നാണ് തന്നിട്ടുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ്. സോ ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 is correct. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1. NAFED is an important organization that facilitates agricultural marketing in India. Statement 2. NAFED handles only the marketing of rubber products in Kerala. Which of the following is correct? Okay, ഇത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. NAFED എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഓർഗനൈസേഷൻ ആണ്. സോ അത് ഓൾ ഓവർ ഇന്ത്യ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 is correct. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. Question number 5. Statement 1. Rubber marketing societies in Kerala focus on marketing and sales of rubber products. Statement 2. Rubber marketing societies are part of general purpose agriculture cooperatives. Which of the following is correct? Okay, ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ്. കാരണം റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്താണ് കേരളത്തിൽ റബ്ബർ പ്രോഡക്ട്സിന്റെ മാർക്കറ്റിംഗും സെയിൽസും ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ സ്റ്റേറ്റ്മെന്റ് 2 റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ജനറൽ പർപ്പസ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് ആണ് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഓക്കെ, റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് സ്പെഷ്യൽ പർപ്പസ് ആണ് കേട്ടോ. അപ്പൊ അവിടെ ജനറൽ പർപ്പസ് അല്ല. സോ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ജനറൽ ചെറിയ വേർഡ്സിലൊക്കെ ഡിഫറൻസ് വരുത്തി തന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസിങ് ആവും. അപ്പൊ നമുക്ക് ഇത് രണ്ടും ശരിയാണ് എന്നുള്ളൊരു തോന്നൽ വരും. ഓക്കെ, അപ്പൊ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് സ്പെഷ്യൽ പർപ്പസ് ആണ്, അവിടെ ജനറൽ പർപ്പസ് അല്ല. സോ ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 is correct. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1. Processing cooperatives add value by processing raw materials like milk, fish and agricultural produce. Statement 2. Processing cooperatives have no importance in ensuring farmer profitability and reducing wastage. Which of the following is correct? Okay, അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് അവരുടെ വാല്യൂ കൊടുക്കുന്നത് എന്താ? റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള മിൽക്ക്, ഫിഷ്, അതുപോലെ തന്നെ മറ്റ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സിനെല്ലാം തന്നെ പ്രോസസ്സിംഗ് ചെയ്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സിന് ഫാർമേഴ്സിന്റെ പ്രോഫിറ്റബിലിറ്റി, അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലും അതുപോലെ തന്നെ വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ളതിലും യാതൊരുവിധ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ് അല്ലെ. പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് ഹാവ് നോ ഇമ്പോർട്ടൻസ് ഇൻ എൻഷുറിംഗ് ഫാർമർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിഡ്യൂസിങ് വേസ്റ്റേജ്. അപ്പം അത് തെറ്റാണ്. പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് ഫാർമേഴ്സിന്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുന്നുണ്ട്, ഒപ്പം തന്നെ വേസ്റ്റേജ് ഇല്ലാതാക്കാനും നോക്കുന്നുണ്ട്. അവർ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള മിൽക്ക്, ഫിഷ്, അതുപോലെ മറ്റ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സിനെ എല്ലാം തന്നെ പ്രോസസ്സിംഗ് ചെയ്തുകൊണ്ടാണ് അവരുടെ സൊസൈറ്റി വർക്കിംഗ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 is correct. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. Statement 1. Housing cooperatives aims to provide affordable housing solutions to their members. Question number 2. Housing cooperatives primarily operate in rural areas and have no presence in urban regions. Which of the following is correct? Okay, അപ്പം സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് അഫോർഡബിൾ ആയിട്ട്, അതായത് എല്ലാവർക്കും പറ്റാവുന്ന രീതിയിൽ ഹൗസിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 അവർ റൂറൽ ഏരിയാസിലാണ് കൂടുതലായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത്, urban ഏരിയാസിൽ അവരുടെ പ്രസൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് തെറ്റാണ്. എല്ലാ ഏരിയാസിലും ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് പ്രവർത്തിക്കുന്നുണ്ട്, ബോത്ത് റൂറൽ ആൻഡ് urban ഏരിയാസിൽ. അതുപോലെ തന്നെ അവരുടെ മെമ്പേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന്റെ എയിം. സോ സ്റ്റേറ്റ്മെന്റ് 1 is correct. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. Statement 1. Workers' cooperatives are essential in Kerala, particularly in the coir, handicraft and handloom sectors.
Statement 2. Workers' cooperatives only cater to highly industrialized areas and have no relevance in rural economies. Which of the following is correct? Okay. അപ്പം workers' cooperative എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ essential ആയിട്ടുള്ള ഒന്നാണ്. അതായത് particularly പറയുകയാണെങ്കിൽ കൊയർ, ഹാൻഡിക്രാഫ്റ്റ് അതുപോലെ ഹാൻഡ്ലൂം സെക്ടേഴ്സിലാണ് ഏറ്റവും കൂടുതൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സിന്റെ ആവശ്യകത വരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വർക്കേഴ്സ് കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയലൈസ്ഡ് ഏരിയാസിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ റൂറൽ ഇക്കോണമീസിന് യാതൊരു റെലവൻസും ഇല്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് ഇപ്പം കൊയർ, ഹാൻഡിക്രാഫ്റ്റ്, ഹാൻഡ്ലൂം സെക്ടേഴ്സിലാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യങ്ങൾ വരുന്നത്, ഇൻഡസ്ട്രിയലൈസ്ഡ് ഏരിയാസിലല്ല. ഓക്കെ, സോ ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 is correct. Okay, next question number 9. Statement 1. Consumer cooperatives in India are vital in providing essential commodities at fair prices, particularly in regions where private retailers may inflate prices, making them inaccessible to low-income consumers. Statement 2. Consumer cooperatives have historically struggled to compete with private retail chains as a business model is not suited for large-scale procurement and efficient supply chain management. Which of the following is correct? Okay, അപ്പം സ്റ്റേറ്റ്മെന്റ് 1-ൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇന്ത്യയിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾക്ക് അതായത് ഏറ്റവും ലാഭകരമായിട്ടുള്ള പ്രൈസസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് റീറ്റെയിലേഴ്സ് ഒരുപാട് വില കൂട്ടി വിൽക്കുന്ന ആ ഒരു സമയത്ത് ലോ ഇൻകം ഉള്ള ആൾക്കാർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഈ എസെൻഷ്യൽ കോമോഡിറ്റീസിനെ ഫെയർ പ്രൈസസിൽ വിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ശരിക്കും ഈ ഒരു പ്രൈവറ്റ് റീറ്റെയിൽ ചെയിൻസിന്റെ ഇടയിൽ കോമ്പീറ്റ് ചെയ്തിട്ട് നിൽക്കാനുള്ള ഒരു ഇത് കുറവാണ്. കാരണം അവരുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് കൂടുതൽ ഒരു ലാർജ് സ്കെയിൽ പ്രൊക്യൂർമെന്റിലേക്ക് സ്യൂട്ടഡ് അല്ല. അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രൈവറ്റ് റീറ്റെയിൽ ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇവിടെ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇന്ത്യയിൽ നമുക്ക് ഫെയർ പ്രൈസസിന് കോമോഡിറ്റീസ് എത്തിച്ചു തരുന്നുണ്ട്. കാരണം പ്രൈവറ്റ് റീറ്റെയിലേഴ്സ് ഒരുപാട് പ്രൈസസ് കൂട്ടി വിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് നമുക്ക് അത് അതായത് ലോ ഇൻകം ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ആക്സസിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഈ നീതി സ്റ്റോഴ്സും അതുപോലെ തന്നെ മാവേലി സ്റ്റോഴ്സ് അങ്ങനെയുള്ള ആ ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് നമുക്ക് വില കുറച്ച് സാധനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നു. അത് സ്റ്റേറ്റ്മെന്റ് 1 is correct. ഓക്കെ, രണ്ടാമത്തത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതും വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് വളരെ ലാർജ് സ്കെയിൽ ആയിട്ട് അവർക്ക് പ്രൊക്യൂർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ആ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റും എഫിഷ്യന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കോമ്പീറ്റ് ചെയ്യാനുള്ള അതല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണ് ആൻസർ. ഓക്കെ, next question number 10. Statement 1. Workers cooperatives in Kerala, especially in sectors like coir and fisheries, are significant for empowering laborers through collective ownership, enabling them to control production processes and share profits equitably. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. Workers cooperative are largely unsuccessful in Kerala due to poor management practices, a lack of government support and insufficient access to capital and markets. Which of the following is correct? Okay, അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കേരളത്തിൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് അതായത് കൊയർ സെക്ടറിലും അതുപോലെ ഫിഷറീസ് സെക്ടറിലും എല്ലാം തന്നെ ലേബേഴ്സിനെ വളരെ സിഗ്നിഫിക്കന്റ് അതായത് അവർ ഒരു കളക്റ്റീവ് ഓണർഷിപ്പ് അവർ എന്ത് എടുക്കുവാണെങ്കിലും അവിടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ഓണർഷിപ്പ് ആയിട്ട് എടുത്തുകൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ബാക്കി പ്രോഫിറ്റ് ഷെയറിങ്ങും എല്ലാം തന്നെ ഇക്വിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് വളരെ കൺട്രോൾ ആയിട്ട് എല്ലാം കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കേരളത്തിൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് അതായത് ഈ കൊയർ ഏരിയാസിലും ഫിഷറീസിലും എല്ലാം തന്നെ അതാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. ഓക്കെ,
സ്റ്റേറ്റ്മെന്റ് 2-ൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് കേരളത്തിൽ വളരെ അൺസക്സസ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. അവർക്കിപ്പോൾ അതായത് അവരുടെ മാനേജ്മെന്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള മാനേജ്മെന്റ് പ്രാക്ടീസസ്, പുവർ ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണ്. അവർക്ക് ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ്സിലെല്ലാം തന്നെ അവരുടെ ആക്സസ് എന്ന് പറയുന്നത് വളരെ ഇൻസഫിഷ്യന്റ് ആണ് എന്നുള്ളതെല്ലാമാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഓക്കെ, അപ്പം അത് തെറ്റാണ്. വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് കേരളത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സെക്ടർ ആണ്. കാരണം അവർ കളക്റ്റീവ് ഓണർഷിപ്പ് ആണ് നടത്തുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എല്ലാം തന്നെ അവർ കൺട്രോൾ ചെയ്യുന്നു. ഒപ്പം അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്സ് അവർ ഇക്വിറ്റബിൾ ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 1 is correct. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 അവിടെ തെറ്റാണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. Which of the following is the primary function of primary agriculture credit societies in India? Okay, അപ്പം PSCSന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ചോദിക്കണേ. അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യം നമ്മുടെ PSCS പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഷോർട്ട് ടേം മീഡിയം ടേം ലോൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പം അത് തന്നെയാണ് ആൻസർ. ഓഫറിംഗ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് ടു ഫാമേഴ്സ് ഫോർ ദ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പം ലോങ് ടേമും ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? PCRDB ആൻഡ് SCRDB അല്ലെ. Question number 12. Urban cooperative banks primarily cater to. Urban cooperative banks എന്താണ് ചെയ്യുന്നത്? Okay, options നോക്കാം. Rural farmers in need of agricultural loans, small and medium enterprises in urban areas, large corporations looking for investment opportunities, government agencies requiring short-term credit. Okay, urban cooperative banks ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഇൻ urban areas അല്ലെ. urban areasലുള്ള അതായത് ചെറുതും അതുപോലെ തന്നെ മീഡിയം ആയിട്ടുള്ള എന്റർപ്രൈസസിന് വേണ്ടിയിട്ടാണ് urban cooperatives UCBs പ്രവർത്തിക്കുന്നത്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ ടിപ്പിക്കലി റെസ്പോൺസിബിൾ ഫോർ ഓപ്ഷൻസ് A. Overseeing the operations of PSCS and district cooperative banks in their respective states. B. Providing direct loans to large industrial enterprises. C. Regulating the entire banking sector. D. Issuing long-term bonds for infrastructural projects. Okay, answer option A ആണ്. അതായത് PSCSന്റെയും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെയും ഓപ്പറേഷൻസ് നോക്കിക്കാണുക. ഓക്കെ, അതിനെ അതായത് ഒരു പ്രത്യേക സ്റ്റേറ്റിൽ ഇപ്പോൾ ഓരോ സ്റ്റേറ്റുകളിലെ DCBസും ഒപ്പം തന്നെ PSCSനെയും നോക്കുക എന്നുള്ളത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്തത് 14th question. Which institution in India is responsible for providing long-term credit to farmers? അപ്പോൾ ഫാമേഴ്സിന് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഓപ്ഷൻസ് PACS, UCB, PCRDB, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഓക്കെ, ആൻസർ ഇസ് PCRDB. ഓക്കെ, അപ്പം PCRDB ആൻഡ് SCRDBസിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? പ്രൊവൈഡിങ് ലോങ് ടേം ക്രെഡിറ്റ് ടു ഫാമേഴ്സ് ആണ്. ഓക്കെ, സോ ആൻസർ ഇവിടെ ഓപ്ഷൻ സി PCRDB. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ പ്രൈമറി റോൾ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്? അതായത് SCRDBസിന്റെ പ്രൈമറി റോൾ എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഓഫറിംഗ് ലോങ് ടേം ക്രെഡിറ്റ് ടു അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ സെക്ടേഴ്സ് ആണ്. ഓക്കെ, question number 16. NAFED is primarily associated with which type of cooperatives? NAFED എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ആണ്? ഓക്കെ, ആൻസർ എന്താണ്? അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ആണ്. ഓക്കെ, നാഫെഡിന്റെ ഫുൾ ഫോം ഓർത്താൽ തന്നെ നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്കറ്റിംഗ് ഒന്നും വരാത്തത് കൊണ്ട് അറിയാത്തവർക്ക് ഒരു കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ ആൻസർ ഇസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ഓക്കെ, അടുത്തത് 17th question. Which of the following is a special purpose agricultural marketing society in Kerala? Okay, അപ്പം ഏതാണ് സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ. ആൻസർ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു ജനറൽ പർപ്പസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ജനറൽ അല്ല, സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റി ആണ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ഓക്കെ, ആൻസർ അപ്പോൾ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രോസസിംഗ് കോപ്പറേറ്റീവ്സ്? പ്രോസസിംഗ് കോപ്പറേറ്റീവ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഓക്കെ, ദേ ഹാൻഡിൽ ദ പ്രോസസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഒന്നുമില്ല. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്റെ
പ്രോസസ്സിംഗ് ആണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം അതായത് മിൽക്ക്, ഫിഷ് നമ്മൾ നേരത്തെ പറഞ്ഞു, അങ്ങനെയുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ പ്രോസസ്സിംഗ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് 19th question. Handloom and powerloom cooperatives are classified under which type of cooperative? Okay, handloom cooperatives അതുപോലെ powerloom cooperatives ഏത് cooperative സെക്ടറിന്റെ അണ്ടറിൽ വരുന്നതാണ്? Okay, industrial cooperatives ആണ്. handloom and powerloom industrial cooperatives ആണ്. Okay, question number 20. Which sector do workers cooperative play a significant role in Kerala? അപ്പം കേരളത്തില് workers cooperatives ഏത് സെക്ടറിലാണ് കൂടുതലായിട്ട് പ്രവർത്തിച്ചു വരുന്നത്? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കൊയർ ഇൻഡസ്ട്രീസ്, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്, അതിലൊക്കെയാണ് വർക്കേഴ്സ് കോപ്പറേറ്റീവ്സിന്റെ ഏറ്റവും അവരെ ഒരു ആവശ്യകതയുള്ളത്. ഓക്കെ, സോ ആൻസർ ഹാൻഡിക്രാഫ്റ്റ് ആണ്. ഓക്കെ, ഹാൻഡിക്രാഫ്റ്റിലാണ് വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് ഏറ്റവും കൂടുതൽ അവരുടെ സിഗ്നിഫിക്കന്റ് റോൾ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1. Industrial cooperatives such as those in handlooms, coir and handicraft are designed to protect traditional industries and offer an alternative model of industrialization that is rooted in local knowledge, craftsmanship and community ownership. Question number 2, statement number 2. Industrial cooperatives are often constrained by limited access to markets, technological advancement and capital, which affect their ability to scale and compete with larger privately owned enterprises. Which of the following is correct? Okay, അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, അതായത് ഹാൻഡ്ലൂംസ്, ഹാൻഡിക്രാഫ്റ്റ്, കൊയർ ഇൻഡസ്ട്രീസ് പോലുള്ള ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്തിനാണ്? ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ അവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പും അവരുടെ ആ ഒരു നോളേജ് കൊണ്ട് അവർ വേറൊരു അതായത് ഇൻഡസ്ട്രിയലൈസേഷന്റെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ചെയ്യുന്ന മറ്റൊരു കാര്യം. ഓക്കെ, അപ്പം അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അവർക്ക് മാർക്കറ്റിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ അതെല്ലാം തന്നെ അവർക്ക് ആക്സസ് ചെയ്യാൻ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ള എന്റർപ്രൈസസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനും അതുപോലെ അതിനനുസരിച്ചിട്ടൊരു സ്കെയിൽ കൊണ്ടുവരാനും ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതാണ് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ. ഓക്കെ, അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവർ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് മോഡൽ അവരവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള എന്റർപ്രൈസസിനോട് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ആ ഒരു ആക്സസും അവർക്ക് കുറവാണ്. മാർക്കറ്റിലേക്കുള്ള ആ ഒരു ആക്സസും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും എല്ലാം തന്നെ കുറവുമാണ്. ഓക്കെ, സോ അവിടെ സ്റ്റേറ്റ്മെന്റ് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22, സ്റ്റേറ്റ്മെന്റ് 1. Dairy cooperatives such as those under the Amul model not only improve milk production and supply chain efficiency but also empower small dairy farmers by ensuring stable prices, promoting cooperative ownership and reinvesting profits back into the community. Statement 2. Dairy cooperatives primarily serve large-scale commercial dairy farms with little impact on small-scale or rural milk producers as their infrastructure is not suited to rural operations. Which of the following is correct? Okay, അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? അമുൽ മോഡലിന് വരുന്ന അതായത് അമുൽ മോഡലിന്റെ അണ്ടറിൽ വരുന്ന ഡയറി കോപ്പറേറ്റീവ്സ് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളത് മാത്രമല്ല അവരുടെ സപ്ലൈ ചെയിൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, ഒപ്പം തന്നെ ചെറുകിട ഡയറി ഫാമേഴ്സിനെ എംപവർ ചെയ്ത് കൊണ്ടുവരിക, അവർക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസസ് ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഓണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ അവരുടെ പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ്സ് എല്ലാം തന്നെ തിരിച്ച് ആ ഒരു ഡയറി കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, അതാണ് ഡയറി കോപ്പറേറ്റീവ്സിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർ പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ ഡയറി കോപ്പറേറ്റീവ്സ് ലാർജ് സ്കെയിൽ കൊമേഴ്ഷ്യൽ ഫാംസിന് മാത്രമാണ് സെർവ് ചെയ്യുന്നത്, അതുപോലെ ചെറുകിട റൂറൽ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ റൂറൽ ഓപ്പറേഷൻസിന്
സ്യൂട്ട് ആവുന്നതല്ല എന്നുള്ളതെല്ലാമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വെറും തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്. ഓക്കെ, അപ്പൊ അവര് അമുൽ മോഡലിൽ എന്തൊക്കെയാണ്? മിൽക്ക് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, സപ്ലൈ ചെയിൻ എഫിഷ്യൻസി കൂട്ടുന്നു, സ്മോൾ ഡയറി ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ എംപവർ ചെയ്ത് കൊണ്ടുവരുന്നു, അവർക്കൊരു സ്റ്റേബിൾ പ്രൈസ് എൻഷുർ ചെയ്യുന്നു, ഒപ്പം തന്നെ അവരെ കോപ്പറേറ്റീവ് ഓണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നു, അവരുടെ പ്രോഫിറ്റ്സ് അവർ അവരുടെ കമ്മ്യൂണിറ്റി തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം ട്രൂ ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23, സ്റ്റേറ്റ്മെന്റ് 1. Special purpose agriculture marketing cooperatives such as rubber marketing cooperatives in Kerala help protect small farmers from price volatility and exploitative middlemen by creating direct market access for rubber producers. Statement 2. Rubber marketing cooperatives also provide financial services such as loans and credit facilities specifically targeted to small and marginal rubber farmers to improve their production and processing techniques. Which of the following is correct? Okay, അപ്പം സ്റ്റേറ്റ്മെന്റ് ഒന്നിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം റബ്ബർ കോപ്പറേറ്റീവ്സ്, അതായത് റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് പോലുള്ള സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ചെറിയ ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രൈസ് വോളറ്റിലിറ്റി അവർ, അതായത് അധിക തുക ഈടാക്കുന്നതിൽ നിന്ന് സ്മോൾ ഫാമേഴ്സിനെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ഒരു ഇടനിലക്കാരൻ, ഒരു മിഡിൽമെന്നിന്റെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, എന്തെങ്കിലും അവരുടെ ചൂഷണങ്ങളിൽ നിന്നെല്ലാം അവരെ മാറ്റി നിർത്തി ഡയറക്റ്റ് ആയിട്ട് അവരുടെ റബ്ബർ പ്രൊഡ്യൂസേഴ്സിന് ഡയറക്റ്റ് ആക്സസ്, മാർക്കറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, റബ്ബർ മാർക്കറ്റിംഗ് പോലുള്ള കോപ്പറേറ്റീവ്സ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, അതായത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ലോൺസും ക്രെഡിറ്റ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള ചെറുകിട, അതായത് സ്മോൾ, അതുപോലെ മാർജിനൽ റബ്ബർ ഫാമേഴ്സിനെ അവരുടെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ടെക്നിക്സിന് ഇംപ്രൂവ്മെന്റ് വരുത്തുക. ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ലോൺസും ക്രെഡിറ്റ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. അപ്പം റബ്ബർ മാർക്കറ്റിംഗിന്റെ കേസസിൽ ഈ സ്മോൾ ഫാമേഴ്സിനെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മിഡിൽമെന്നിന്റെ ഇത് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് മാർക്കറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ അവരുടെ പ്രൊഡക്ഷനും പ്രോസസ്സിംഗ് ടെക്നിക്സും ഇംപ്രൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ലോൺസും ക്രെഡിറ്റ് ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. Okay, അടുത്തത് question number 24. Statement 1. Agricultural marketing cooperatives such as NAFED are essential in ensuring that farmers receive fair prices for their produce, especially for crops like oilseeds, pulses, and horticultural products, by acting as intermediaries between farmers and markets. Statement 2. The role of agricultural marketing cooperatives extends beyond just price stabilization and includes activities such as storage, transportation, and even export facilitation for certain agricultural commodities. Which of the following is correct? Okay, അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, നാഫെഡ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫാമേഴ്സിന് അവരുടെ പ്രൊഡ്യൂസ്, അവരുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഫെയർ ആയിട്ടുള്ള പ്രൈസ് വാങ്ങിച്ചു കൊടുക്കുന്നു. അതായത് ഓയിൽ സീഡ്സ്, പൾസസ്, അതുപോലെ തന്നെ മറ്റു ഹോർട്ടിക്കൾച്ചറൽ പ്രോഡക്ട്സ്, അപ്പോൾ ഇങ്ങനെയുള്ള ക്രോപ്സിനെല്ലാം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം തന്നെ ഫെയർ പ്രൈസ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഫാർമേഴ്സിന്റെയും മാർക്കറ്റിന്റെയും ഇടയിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുകയാണ് നാഫെഡ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് അവരുടെ പ്രൈസ് സ്റ്റെബിലൈസേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ അത് എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലെ. നാഫെഡിന്റെ, അതായത് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ആണ്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ആണ് നാഫെഡ് എന്ന് പറയുന്നത്. അപ്പം നാഫെഡ് ഫാമേഴ്സിന് അവരുടെ സാധനങ്ങൾക്ക് ഫെയർ ആയിട്ടുള്ള ഒരു പൈസ വാങ്ങിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഫാമേഴ്സിനും മാർക്കറ്റിന്റെയും ഇടയിൽ ഇവരൊരു ഇന്റർമീഡിയറി ആയി നിന്നിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രൈസ് സ്റ്റെബിലൈസേഷൻ മാത്രമല്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ്,
ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്പോർട്ട് ആവശ്യത്തിന് ഉള്ള ഫെസിലിറ്റീസ്, ഇതെല്ലാം തന്നെ നാഫെഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. Okay, next question number 25. Statement 1. The long-term cooperative credit structure in India, represented by PCRDBs and SCRDBs, is pivotal in financing long gestation projects like irrigation, land development, farm mechanization, and rural infrastructure. Statement 2. SCRDBs operates exclusively at district level and do not coordinate state level policies or disbursement related to rural development projects. Okay, which of the following is correct? Okay, അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് PCRDBയും SCRDBയും ആണ്. അപ്പൊ അവര് അതായത് ഈ ഫിനാൻസിങ്, ലോങ് ടേം ഫിനാൻസിങ്ങിന് ഒരു വളരെ പിവറ്റ് ആയിട്ടുള്ള, പിവറ്റ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ അതായത് ഇറിഗേഷൻ പ്രോജക്റ്റ് ആയാലും ലാൻഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആയാലും അതുപോലെ തന്നെ ഫാം മെക്കാനൈസേഷൻ, അതുപോലെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയുള്ള ഏത് ലോങ് ജസ്റ്റേഷൻ പ്രോജക്ട്സിന് ആവശ്യമായിട്ടുള്ള എന്താ ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് PCRDB ആൻഡ് SCRDB ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് SCRDB ഡിസ്ട്രിക്ട് ലെവലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ലെവൽ പോളിസീസ് ഒന്നും അവർ കോർഡിനേറ്റ് ചെയ്യുന്നില്ല. റൂറൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സിലൊന്നും തന്നെ അവർ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പം എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് PCRDBയും SCRDBയും ലോങ് ടേം ക്രെഡിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഈ ലോങ് ടേം പ്രോജക്ട്സിനെല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് PCRDB and SCRDB ചെയ്യുന്നതാണ്. Okay, so statement 1 is correct. Okay, അടുത്തത് question number 26. Statement 1. Urban cooperative banks differ from commercial banks in that they are established under Cooperative Societies Act and are owned by their members, focusing on community banking, particularly in urban and semi-urban areas. Statement 2. UCBs are regulated solely by the state governments and have no direct regulation or oversight from the RBI in terms of operations, liquidity, or solvency. Which of the following is correct? Okay, അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് UCBs, urban cooperative banks, കൊമേഴ്ഷ്യൽ ബാങ്കുമായിട്ട് എങ്ങനെയാണ് വ്യത്യാസം എന്നാണ് പറയുന്നത്. അപ്പം UCBs കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ അണ്ടറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവര് ഓണർഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ മെമ്പേഴ്സ് തന്നെയാണ് ഓൺ ചെയ്യുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി ബാങ്കിങ്ങിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. urban ഏരിയാസിലും സെമി urban ഏരിയാസിലുമാണ് അവർ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് UCBs ഫുൾ ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ RBIയുടെ ഒരു ഓവർസൈറ്റിൽ അല്ല അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഓപ്പറേഷൻസിന്റെ കാര്യത്തിലായാലും ലിക്വിഡിറ്റി, അതുപോലെ തന്നെ സോൾവൻസി, ഏത് കാര്യത്തിലായാലും RBIയുടെ ഓവർസൈറ്റ് അവർക്ക് ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, അപ്പം ആൻസർ സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ്. ഓക്കെ, അപ്പം സ്റ്റേറ്റ് ഓൺഡ് അല്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല അവരെ കംപ്ലീറ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ urban ബാങ്ക് എന്ന് പറയുന്നത് എന്താ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ അണ്ടറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അവർ മെമ്പേഴ്സ് ആണ്. നമ്മളുടെ സൊസൈറ്റി പോലെ തന്നെ മെമ്പേഴ്സിനാണ് കൂടുതൽ അവിടെ പ്രിഫറൻസ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബാങ്കിങ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. urban ഏരിയാസിലും സെമി urban ഏരിയാസിലുമാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ്. അടുത്തത് question number 27. Statement 1. The state cooperative banks, SCBs, are the apex financial institutions in the cooperative credit structure and serve as a bridge between district central cooperative banks and Reserve Bank of India. Statement 2. SCBs only provide credit for agricultural activities and are not involved in any non-agricultural financing and urban development schemes. Which of the following is correct? Okay, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് അപെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നാണ് പറയുന്നത്. അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിന്റെ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അവര് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിന്റെയും RBIയുടെയും ഇടയിലുള്ള ആ ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ,
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് മാത്രമാണ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, മറ്റ് നോൺ അഗ്രികൾച്ചറൽ ഫിനാൻസിങ്ങിനൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, അർബൻ ഡെവലപ്മെന്റിനൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ അതിൽ ഏതാണ് കറക്റ്റ്? അപ്പം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് മാത്രമാണോ പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ല. ഓക്കെ, അതുപോലെ തന്നെ അവർ നോൺ അഗ്രികൾച്ചറിന് ഫിനാൻസ് ചെയ്യുന്നില്ല, urban development സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് തെറ്റാണ്. ഓക്കെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കേരള ബാങ്ക് ആണ് നമ്മളുടെ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. അപ്പൊ അവര് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ DCBസും RBIയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. ത്രൂ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിൽ കൂടിയിട്ടാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് എല്ലാം തന്നെ ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിലൂടെ RBI പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 28. Statement 1. Primary agriculture credit societies form the backbone of rural credit in India by providing short-term loans for agricultural inputs, seasonal requirements, and consumption needs. Statement 2. The success of PACS depends on their ability to mobilize rural savings, which they can then channel back into the community through loans, ensuring sustainable local economic development. Which of the following is correct? Okay, അപ്പം PACS നെ ബന്ധപ്പെടുത്തിട്ടാണ് പറയുന്നത്. PACS എന്ന് പറയുന്നത് റൂറൽ ക്രെഡിറ്റ്, ഇന്ത്യയിലെ റൂറൽ ക്രെഡിറ്റിന്റെ ഒരു ബാക്ക് ബോൺ ആണ്. അവരാണ് ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഇൻപുട്സിന് ആവശ്യമായിട്ടുള്ള, അതുപോലെ തന്നെ സീസണൽ റിക്വയർമെന്റ്സിനാണെങ്കിലും മറ്റു കൺസംഷണൽ നീഡ്സിനാണെങ്കിലും ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് PACSന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ. അപ്പം റൂറൽ ക്രെഡിറ്റിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് PACS ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ. നമുക്കിവിടെ ഷോർട്ട് ടേം ലോൺസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ PACSൽ ഒക്കെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, PACSന്റെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ദ എബിലിറ്റി ടു മൊബിലൈസ് റൂറൽ സേവിങ്സ്, അവരുടെ സേവിങ്സ്, അതായത് റൂറൽ സേവിങ്സിനെ മൊബിലൈസ് ചെയ്യാനുള്ള അവരുടെ കഴിവും, അതുപോലെ തന്നെ അവർക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് എങ്ങനെയാ ലോണുകളിലൂടെയും അതുപോലെ തന്നെ ആ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനത്തിലൂടെയും അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിനെ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് അവരുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, ആൻസർ ഇസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, സോ PACS എന്ന് പറയുന്നത് റൂറൽ ക്രെഡിറ്റിന്റെ ബാക്ക് ബോൺ ആണ്. ദേ പ്രൊവൈഡ് ഷോർട്ട് ടേം ലോൺസ് for agricultural inputs, seasonal requirements, and consumption needs. അതുപോലെ തന്നെ their success depends on their ability to mobilize the rural savings. Okay, അപ്പൊ അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ലോൺസ് വഴിയും അതുപോലെ തന്നെ മറ്റ് എക്കണോമിക് ഡെവലപ്മെന്റ്സ് വഴിയും ചാനൽ ബാക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29. Which of the following best describes the long-term credit structure of cooperatives in Kerala? അപ്പം കേരളത്തിലെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിനെ ഏറ്റവും നന്നായി ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ലോങ് ടേം പ്രൊവൈഡ് ചെയ്യുന്നത് PCRDB ആൻഡ് SCRDB ആണെന്നുള്ളത് ഓർക്കുക. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ലോങ് ടേം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. It primarily focuses on seasonal agricultural loans for farmers. It offers long-term financing for agricultural development and rural housing projects. It focuses exclusively on financing urban real estate projects. It provides microfinance loans to small-scale industries. Okay, അപ്പം long-term credit structure എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇപ്പം ഹൗസിംഗ് പ്രോജക്ട്സിനും അതുപോലെ തന്നെ മറ്റു അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിനും ആവശ്യമായിട്ടുള്ള long-term financing കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. Okay, it offers long-term financing for the agricultural development and rural housing projects. Okay. Next, question number 30. Which institution acts as the link between PACS and state cooperative banks in Kerala? കേരളത്തില് PACSഉം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും തമ്മിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ആൻസർ എന്താണ്? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെയും PACSന്റെയും ഇടയിൽ ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്ക്സ് DCCB. Next, question number 31. What is the primary role of Kerala State Cooperative Bank within the cooperative credit structure? Okay, cooperative credit structure-നകത്ത് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രൈമറി റോൾ എന്താണ്? ഓപ്ഷൻസ് നോക്കാം.
A. Supervising PACS and providing refinancing services to DCCB. B. Offering short-term agricultural loans directly to farmers. C. Managing the operations of urban cooperative banks. D. Providing long-term credit for industrial development. Answer എന്താണ്? PACS നെ സൂപ്പർവൈസ് ചെയ്യുക, ഒപ്പം തന്നെ DCCBക്ക് ആവശ്യമായിട്ടുള്ള ഫൈനാൻസിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ്. നമുക്ക് ഇവിടെ എല്ലാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഇന്റർഡിപെൻഡന്റ് ആണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പല ആൻസേഴ്സും നമുക്ക് അതിൽ നിന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ആൻസർ എന്താണ്? സൂപ്പർവൈസിങ് PACS ആൻഡ് പ്രൊവൈഡിങ് റീഫിനാൻസിങ് സർവീസസ് ടു DCCB ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രൈമറി റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു മോഡ്യൂൾ കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ അടുത്ത മോഡ്യൂളിൽ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ കാണും. അപ്പം ഈ ഒരു സെറ്റ് കഴിയുമ്പം, അതായത് എല്ലാ മോഡ്യൂൾസും കഴിയുമ്പോൾ വീണ്ടും നമ്മൾ മോഡ്യൂൾ 1 നിന്ന് റീസ്റ്റാർട്ട് ചെയ്യും, റിവൈസ് ചെയ്യും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.